ഞാൻ ആരാണെന്ന് അറിയില്ല. എന്റെ മോളെ ഇറക്കി വിട്ടോ. இப்போ திடீர்னு நீங்களே கிளம்ப சொன்னதுக்கு எங்க போறது எனக்கு தெரியல. 2 days எங்களுக்கு ஒரு டைம் நாங்க கிளம்பணும் அவ்வளவுதான். എന്റെ മോളെ ഇവിടെ കുറെ നാളായിരുന്നു ഈ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ. എന്താ എന്താ നീ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? ഇറക്കി വിടറോ. എന്തിനാ ഇറക്കി വിടറോ? എന്റെ മോളെ ഇറക്കി വിടറോ. വിടാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? വിടാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും എന്റെ മോളെ. സാധ്യത ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോ. എന്താ കാണാലോ. കണ്ട് കാണാനുണ്ട്. എടാ ഇറക്കി വിടറോ. നീ എന്റെ മോളെ കൊണ്ട് നീ എന്തോടെ ചെയ്യുന്നത്? മര്യാദക്ക് ഇരുന്നോട്ടാ. ഞാൻ ആരാണെന്ന് അറിയില്ല. എന്റെ മോളെ ഇറക്കി വിട്ടോ. മോളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടോ. വിടാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ലടോ? വിടറോ. മോളെ ഇറക്കി വിടറോ. ഇല്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് പറ്റില്ല? എന്തിന്റെ പേരില വന്ന മോളോട്? മോള് ഇവിടെ പരിസരത്തുള്ള എല്ലാവരും പറയുന്നുണ്ടോ നീയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പരിസരത്തുള്ളതൊന്നും പറയണത് കേൾക്കണ്ട. പിന്നെന്താ? പിന്നെ ആര് കേൾക്കാനോ? പോലീസും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ഇവിടെ നോക്കിയതല്ലേ. കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. അവളൊക്കെ വിളിച്ചിട്ട് പോലീസല്ല പട്ടാളം വന്ന് നോക്കിയാലും ഇവിടെ ആളുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ആളുണ്ടെന്നുള്ള പേര്. ഇറക്കി വിട്ടോ. മര്യാദക്ക് ഇറക്കി വിട്ടോ. എന്റെ സ്വഭാവം അറിയില്ല. മര്യാദക്ക് ഇറക്കി വിട്ടോളണം. ജീവിച്ചോണ്ടിരിക്കണ ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം എന്താണ് ഏതാണെന്നുള്ള നിങ്ങൾക്കും അറിയാലോ. എനിക്കും അറിയാം. വെറുതെ നിന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല. വെറുതെ ഒരു കാര്യത്തിൽ ഞാൻ വന്ന് പ്രശ്നം ഉണ്ടാകും. എന്റെ പേരറിയാലോ. എന്റെ പേര് രാജൻ. അറിയാലോ. എനിക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെന്ന് എനിക്കറിയില്ലേ. നമ്മൾ എങ്ങനെ നടന്നവരാണ്. നമ്മൾ രണ്ടുപേരും ഒരേ തട്ടകത്തിലെ മുണ്ടായിസം നടത്തിയവരാണ്. മനസ്സിലായോ? നീ പാണ്ടികൾക്ക് വേണ്ടി ഇത്തരം തമ്മാടിത്തരങ്ങൾ കാണിച്ച് നീ എൻ്റെ മകളെയും വീട്ടിലിരുത്തി ചെയ്യുന്ന എനിക്കത് ഭാവിയിൽ ദോഷം വരും. നീക്ക് വേണ്ടി അകത്താകണ്ട. ഞാൻ മര്യാദയ്ക്കാ പറയുന്നത്. നമ്മളൊരു നാട്ടുകാരനാണെന്നുള്ള ആ രീതിയിൽ ഞാൻ മര്യാദയ്ക്ക് പറയുന്നത്. നീ എന്നെ കുറിച്ച് അറിയുമല്ലോ. ഞാൻ എങ്ങനെ പോകുന്ന അറിയുമല്ലോ. കുട്ടി വിട്ടോ. എന്റെ മോളെ നീ പുറത്തേക്ക് വിട്ടോ. അല്ലെങ്കിൽ വിവരം അറിയും കേട്ടോ. വിവരം അറിയും. മനസ്സിലായോ? എന്ത് വിവരം അറിയും നമുക്ക് കാണാം. എന്ത് വിവരം അറിയുന്നത് നമുക്ക് ഞാൻ കാണാത്ത വിവരമോ? പിന്നെന്താ തീർച്ചയായും. തീർച്ചയായിട്ടും ഞാൻ കാണാത്തതാ. അത് തന്നെടോ. അല്ലെങ്കിൽ രാജൻ ആരാണെന്ന് വിവരം അറിയുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഈ ഇത്രയും നല്ലതായിരിക്കുന്നത്. അറിയാലോ. ആയിക്കോട്ടെ. എന്താ നീ ചെയ്യാ? നീ കുടുംബത്തിൽ തൊട്ട് നോക്ക്. ഞാൻ നിന്റെ കുടുംബത്തിനോ മറ്റൊന്നും സംസാരിച്ചിട്ടുള്ളൂ. എന്റെ മോൾ എവിടെ കയറ്റി താമസിച്ചിട്ടുണ്ട്. മോളെ വിടുക. അവൾക്ക് വരാൻ താല്പര്യം അവളുടെ അടുത്ത് ചോദിച്ചു നോക്കൂ അവളോട്. താല്പര്യമുണ്ടോ? അതേ നമ്പർ തന്നെ വിളിച്ചോ. എന്തോ ഇതിന്റെ ഉള്ളിൽ ഒരു മിനിറ്റ്. ഇതിന്റെ ഉള്ളിൽ ഇരുന്ന ആ കുട്ടി ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് പോവാ. മനസ്സിലായില്ലേ? ഇതിന്റെ ഉള്ളിൽ ആരുമില്ല. പിന്നെ ഉള്ളിൽ കേറിയിട്ട് അവളെല്ലാണ്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങിയ ഞാൻ വെട്ടിയിടും. മുട്ടുകാലം ഞാൻ വെട്ടിയിടും. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ കയറി എടുത്തിട്ട് ഉറപ്പാണോ അവിടെ ഇല്ല എന്നുള്ളത്? അന്നെ പറഞ്ഞേ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവളെ കൊണ്ട് ഇവിടെ പുറത്തിറങ്ങണം. അല്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞ പറഞ്ഞാ ഈ കാലിൽ പോവില്ല കേട്ടോ. ഞാൻ നീയൊക്കെ ഫീൽഡ് ഔട്ടായവനാണ്. ഞാൻ ഈ ഫീൽഡിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. നിന്നെ ഏത് തരത്തിൽ കൊടുക്കണമെന്ന് എനിക്കറിയാം. നിന്നെ അകത്തിട്ടാലേ നീ ഈ പുറലോകം കാണില്ല കേട്ടോ. ജീവിതകാലം മുഴുവൻ നീ അവിടെ കിടക്കേണ്ടി വരും. നിനക്ക് ഞാൻ 24 hours സമയം തരും. അതിനുള്ളിൽ എൻ്റെ മകളെ നീ എൻ്റെ വീട്ടിലെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അറിയാലോ, നിന്റെ പഴയകാല ഫയലുകൾ ഉണ്ടല്ലോ, അത് മൊത്തം ഞാൻ പുറത്തടിക്കും. നീ ജീവിതകാലം മുഴുവൻ നീ പുറലോകം കാണില്ല മോനെ. പുറലോകം നീ കാണില്ല. നിന്റെ മരണം വരെയും നീ അവിടെ കിടന്നിരിക്കും. മനസ്സിലായോ? ഞാനിപ്പോൾ പോവാണ്. മര്യാദയ്ക്ക് 24 hours ഉള്ളിൽ നീ എൻ്റെ വീട്ടിൽ എൻ്റെ മോളെ എത്തിക്കണം. മനസ്സിലായടാ? திடீர்னு நீங்களே கிளம்ப சொன்னதுக்கு எங்கே போகிறது எனக்கு தெரியல. 2 days எங்களுக்கு ஒரு டைம்
நாங்கள் கிளம்பணும் அவ்வளோதான்.